നിയമം BJP ജയിക്കാനുള്ള സാധ്യത നമ്പർ വെച്ച് വളരെ വളരെ കൂടുതലാണ് എന്നാണ് എനിക്ക് തോന്നുന്നത്. പാലക്കാട് BJPയുടെ ഉള്ളിലെ പിണക്കങ്ങളും ചരടുവലികളും കാലുവാരലുകളും ഒക്കെ അത്ര എളുപ്പത്തിൽ മറികടക്കാൻ പറ്റും എന്നെനിക്ക് തോന്നുന്നില്ല. 30,000-ന് മേലെ വോട്ടുള്ള 33 മണ്ഡലങ്ങൾ BJPക്കുണ്ട്. 10 ലോക്സഭാ മണ്ഡലങ്ങളിൽ അവർ 20%-ലധികം വോട്ട് നേടുന്നു. BJP വന്നത് മുതൽ ഇങ്ങോട്ട് അവർക്ക് വലിയൊരു അഡ്വാൻറ്റേജ് ഉള്ള മണ്ഡലമാണ് മഞ്ചേശ്വരം, കാസർഗോഡ്. വിജയം അവർ പ്രതീക്ഷിക്കുന്ന മണ്ഡലത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് തൃശ്ശൂർ അസംബ്ലി സെഗ്മെന്റ് ആണ്. അന്തരീക്ഷത്തിൽ അവരുടെ വോട്ടുണ്ട് എന്ന് തെളിയിക്കുന്ന വിധത്തിൽ അവർക്ക് വോട്ട് കിട്ടുന്നുണ്ട്. ഈ 4 മണ്ഡലങ്ങളിലും സമാനമായ രീതിയിൽ ഏതാണ്ട് വലിയ തോതിൽ ആളുകളുടെ വോട്ടർ പട്ടികയിൽ നിന്നും പുറത്താക്കപ്പെട്ട ആളുകളുടെ എണ്ണം വളരെ കൂടുതലാണ്. സ്വാഗതം ജോയിൻ ദ സ്റ്റോറിയിലേക്ക്. കേരളം നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കടുത്തുകൊണ്ടിരിക്കുമ്പോൾ BJPയുടെയും NDAയുടെയും സാധ്യതകൾ എത്രത്തോളമാണ് എന്ന ചർച്ചകൾ നേരത്തെ മുതലുണ്ട്. 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ BJP തൃശ്ശൂർ ലോക്സഭാ മണ്ഡലം വിജയിക്കുകയും തിരുവനന്തപുരത്തും ആറ്റിങ്ങലും ആലപ്പുഴയിലും അടക്കമുള്ള മണ്ഡലങ്ങളിൽ വലിയ പ്രകടനം കാഴ്ചവെക്കുകയും ചെയ്തതോടുകൂടി BJP വലിയൊരു ശക്തിയായി മുന്നോട്ട് വരാൻ പോകുന്നു എന്ന പ്രതീതി സൃഷ്ടിക്കപ്പെട്ടിരുന്നു. പല മണ്ഡലങ്ങളിലും BJP 2ാം സ്ഥാനത്തേക്ക്, അതായത് നിയമസഭാ മണ്ഡലങ്ങളുടെ കണക്കെടുത്തു കഴിഞ്ഞാൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ നിയമസഭാ മണ്ഡലങ്ങളിലെ പ്രകടനം കണക്കിലെടുത്തു കഴിഞ്ഞാൽ BJP ചില മണ്ഡലങ്ങളിൽ 2ാം സ്ഥാനത്ത് പുതുതായി എത്തുകയും ചെയ്തിരുന്നു. ഉദാഹരണം പറഞ്ഞാൽ ആലപ്പുഴയിൽ കായംകുളം, ഹരിപ്പാട് പോലെയുള്ള മണ്ഡലങ്ങൾ, ആറ്റിങ്ങൽ ലോക്സഭാ മണ്ഡലത്തിന് കീഴിൽ വരുന്ന ആറ്റിങ്ങൽ, കാട്ടാക്കട പോലുള്ള മണ്ഡലങ്ങൾ, ഇവിടെയൊക്കെ 2ാം സ്ഥാനത്തേക്ക് വന്നു. തിരുവനന്തപുരത്ത് പതിവ് പോലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ BJP വലിയ പ്രകടനം കാഴ്ചവെക്കുമ്പോൾ തിരുവനന്തപുരത്തെ പല മണ്ഡലങ്ങളിലും BJP മുൻപും 2ാമതെത്തിയിട്ടുണ്ട്. അപ്പോൾ മറ്റ് ലോക്സഭാ മണ്ഡലങ്ങളുടെ കീഴിൽ വരുന്ന നിയമസഭാ മണ്ഡലങ്ങളിൽ കൂടെ BJP 2ാം സ്ഥാനത്തേക്ക് വന്നു. ഇപ്പോൾ തൃശ്ശൂർ എടുത്തു കഴിഞ്ഞാൽ തൃശ്ശൂരുള്ള 7-ൽ 6 നിയമസഭാ മണ്ഡലങ്ങളിലും BJP 1ാം സ്ഥാനത്തായിരുന്നു 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ. ഇത് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ BJPയുടെ സ്റ്റേക്ക് വലിയ തോതിൽ വർദ്ധിപ്പിക്കുന്നു എന്ന തോന്നൽ ഉണ്ടാക്കിയിട്ടുണ്ട്. ഒരു ശക്തമായ ത്രികോണ മത്സരത്തിനാണ് 2026 സാക്ഷ്യം വഹിക്കാൻ പോകുന്നത് എന്ന ഒരു ട്രെൻഡും ഉണ്ടായി വന്നു. അതേസമയം അടുത്തിടെ വന്ന അഭിപ്രായ സർവേകളിൽ BJP 1 മുതൽ 6 വരെ സീറ്റുകൾ വിജയിക്കാൻ സാധ്യതയുള്ളത് 1 മുതൽ 6 വരെ സീറ്റുകളാണ് എന്ന് അഭിപ്രായ സർവേകളിൽ ചിലതെങ്കിലും പറയുകയും ചെയ്തു. ഈ സാഹചര്യത്തിലാണ് എന്താണ് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ BJPയുടെ പ്രകടന സാധ്യതകൾ എന്ന് പരിശോധിക്കുകയാണ് നമ്മൾ. ബഷീറിന് എന്താ തോന്നുന്നത്? ഈ 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പും 2026 നിയമസഭാ തെരഞ്ഞെടുപ്പും, ഇതിന് രണ്ടിനെയും BJPയുടെ ഒരു പെർഫോമൻസ് വൈസ് കമ്പയർ ചെയ്യാൻ സാധിക്കുമോ? അത് ഈ 2024 ഉണ്ടായതിന് പോലൊരു പെർഫോമൻസ് 2026 BJPക്ക് ഉണ്ടാവും എന്ന് കരുതാമോ നമുക്ക്? സാധാരണഗതിയിൽ പ്രത്യേകിച്ചും മോഡി പ്രഭാവത്തിന് ശേഷം BJPയുടെ വോട്ട് എന്നത് ലോക്സഭയിലേക്ക് ഉയർന്നിരിക്കുകയും നിയമസഭയിലെത്തുമ്പോൾ അത് ഇല്ലാതായി പോവുകയും ചെയ്യുന്ന പ്രവണതയുണ്ട്. 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ NDAക്ക് 19.19% വോട്ടാണ് ഉള്ളത്. അത് തന്നെ നിയമസഭയിൽ ആവർത്തിക്കാനോ അല്ലെങ്കിൽ അതിനടുത്തെത്താനോ സാധ്യത ഉണ്ട് എന്നതിന് ഒരേ ഒരു പിൻബലം മാത്രമേ ഉള്ളൂ. പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ 14.7% വോട്ട് BJP നേടിയിട്ടുണ്ട്. അത് ആവർത്തിക്കുകയാണെങ്കിൽ, അത് കുറെ കൂടി സ്റ്റെബിലൈസ്ഡ് ആയിട്ട് നിയമസഭയിലേക്ക് മണ്ഡലങ്ങൾ തിരിച്ച് കിട്ടുകയാണെങ്കിൽ ഒരു പക്ഷേ ഈ പറഞ്ഞ വളർച്ച എന്നത് രജിസ്റ്റർ ചെയ്യപ്പെട്ടേക്കാം. ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ 30,000-ന് മേലെ വോട്ടുള്ള 33 മണ്ഡലങ്ങൾ BJPക്കുണ്ട്. ആ മണ്ഡലങ്ങൾ കേന്ദ്രീകരിച്ച് അവർ തെരഞ്ഞെടുപ്പ് പ്രചാരണം ചൂടുപിടിപ്പിക്കും, അതിൽ കോൺസെൻട്രേറ്റ് ചെയ്യും. അതിൽ തന്നെ വിജയസാധ്യതയുള്ള ഏതാണ്ട് 10ഓളം മണ്ഡലങ്ങൾ തെരഞ്ഞുപിടിച്ച് അവിടേക്ക് മുതിർന്ന അതല്ലെങ്കിൽ ഏറ്റവും സ്വീകാര്യരായ സ്ഥാനാർത്ഥികളെ നിർത്തി ആ മണ്ഡലങ്ങൾ ഫോക്കസ് ചെയ്തവർ അത്രയും സീറ്റുകൾ അല്ലെങ്കിൽ അതിനടുത്ത സീറ്റുകൾ പിടിച്ചെടുക്കും എന്നതാണ് ഇൻറ്റേർണലി അവർക്കുള്ള ചിന്ത. എന്നാൽ 2001 മുതലുള്ള കണക്കുകൾ നമ്മൾ എടുക്കുമ്പോൾ ഓരോ ഘട്ടത്തിലും ലോക്സഭയിലേക്ക് എത്തുമ്പോൾ ഉയർന്നു നിൽക്കുകയും നിയമസഭയിലേക്ക് എത്തുമ്പോൾ അത് ഇല്ലാതായി പോവുകയും ചെയ്യുന്ന പ്രവണതയുണ്ട്. 2004 ഇപ്പോൾ വാജ്പേയി സർക്കാർ അധികാരത്തിൽ വന്ന് പിന്നീട് റീഇലക്ഷനെ നേരിട്ടപ്പോൾ വലിയ പ്രതീക്ഷയായിരുന്നു കേരളത്തിലെ BJPയെ സംബന്ധിച്ച്. വലിയ തോതിൽ വോട്ട് കൂടി. എന്നാൽ 2009 ആകുമ്പോഴേക്കും അത് കുറയുകയാണ് ചെയ്തത്. 2014 മോഡി വന്നതിന് ശേഷം 2004 ഈ വലിയ സർജ് ഉണ്ടായി, ഏതാണ്ട് 14% വോട്ട്. 2004 10.38% BJPക്കും NDAക്ക്
12.08% ഉണ്ടായത്. പക്ഷേ എന്നാൽ നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് വരുമ്പോൾ അത് കുത്തനെ താഴെ പോകുന്ന കാഴ്ച. 2006 അത് 4.7% BJPയുടേതും 4.8% NDAയുടേതും ഏതാണ്ട് 4.7-4.8% വോട്ടേ മൊത്തം കിട്ടിയുള്ളൂ. അതിൻ്റെ പൊതുവായുള്ള കണക്ക് ഇങ്ങനെയാണ്: 2004 10.38 BJPക്ക്, 12.08 NDAക്ക്. 2009 ലോക്സഭയിൽ അത് പക്ഷെ താഴേക്ക് പോവുകയാണ് ചെയ്തത്, 6.31 BJPക്ക്, അത് തന്നെ ഏതാണ്ട് അത്ര തന്നെ NDAക്ക്. 2014 പക്ഷേ മോഡി അധികാരത്തിൽ വന്ന് 2014 എത്തുമ്പോൾ 10.5 അത് ഉയരുന്നു. 19 അത് 13% ഉയരുന്നു. NDAയുടെ 15.64 ഉയരുന്നു. 2024 അത് വീണ്ടും ഉയരുന്നു. BJPക്ക് മാത്രമായി 16.8%, NDAക്ക് 19.4%. ഈ 19.4% എന്നതാണ് BJP അലയൻസ് കേരളത്തിൽ നിന്ന് കൈവരിച്ച ഏറ്റവും ഉയർന്ന വോട്ട്. അന്നാണ് തൃശ്ശൂർ മണ്ഡലത്തിൽ BJP വിജയിച്ചത്. ഇത് പറയുമ്പോഴേ വേറൊരു കാര്യം കൂടെ നമ്മൾ ശ്രദ്ധിക്കണം. അതായത് ഈ 19.7% എന്ന് പറയുമ്പോൾ BJPക്കും NDAക്കുമായിട്ട് കേരളത്തിൽ ഇപ്പോൾ 3 ലോക്സഭാ മണ്ഡലങ്ങളിൽ അവർ 30% മുകളിൽ വോട്ട് നേടി. തിരുവനന്തപുരം, ആറ്റിങ്ങൽ, തൃശ്ശൂർ, ഈ 3 ലോക്സഭാ മണ്ഡലങ്ങളിൽ 2024 അവർ 30%-ലധികം വോട്ട് നേടുന്നു. അതുൾപ്പെടെ 10 ലോക്സഭാ മണ്ഡലങ്ങളിൽ അവർ 20%-ന് മേലെ വോട്ട് നേടിയിട്ടുണ്ട്. അതിൽ ആലപ്പുഴയുണ്ട്, പത്തനംതിട്ടയുണ്ട്, അതുപോലെ പാലക്കാടുണ്ട്. അങ്ങനെയുള്ള ലോക്സഭാ മണ്ഡലങ്ങളുണ്ട്. ഈ 10 ലോക്സഭാ മണ്ഡലങ്ങളിൽ അവർ 20%-ന് മുകളിൽ വോട്ട്. ആ തെരഞ്ഞെടുപ്പിലാണ് നിയമസഭാ മണ്ഡലം തിരിച്ചുള്ള കണക്കനുസരിച്ച് അവർ 1-ാം സ്ഥാനത്തും 2-ാം സ്ഥാനത്തും എത്തിയ മൊത്തം മണ്ഡലങ്ങളുടെ എണ്ണം 20 തീർന്നത്. ഏതാണ്ട് 9 1-ാം സ്ഥാനത്തും 11 2-ാം സ്ഥാനത്തും അവർ എത്തി. അപ്പോൾ ഞാൻ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ BJPയുടെ ഒരു പ്രതീക്ഷയ്ക്ക് ഒരു അടിസ്ഥാനം ഇതായിരിക്കും. കാരണം വെച്ചാൽ 3 ജില്ലകളിൽ അവർ 30%-ന് മുകളിൽ, 3 ലോക്സഭാ മണ്ഡലങ്ങളിൽ അവർ 30%-ന് മുകളിൽ വോട്ട് നേടുന്നു. 10 ലോക്സഭാ മണ്ഡലങ്ങളിൽ അവർ 20%-ലധികം വോട്ട് നേടുന്നു. ഇതിനെ കൺവേർട്ട് ചെയ്യാം. നിയമസഭാ തെരഞ്ഞെടുപ്പ് ആകുമ്പോഴത്തേക്കും അത് നിയമസഭാ മണ്ഡലങ്ങളിലേക്ക് കൺവേർട്ട് ചെയ്തെടുത്താൽ കൂടുതൽ സീറ്റുകൾ നേടാനാവും എന്നുള്ളൊരു പ്രതീക്ഷയായിരിക്കും അവർക്കുള്ളത്. പക്ഷേ ഇത് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ എത്തുന്നതിന് മുമ്പ് നടന്ന തദ്ദേശഭരണ തെരഞ്ഞെടുപ്പിൽ പക്ഷേ BJPയുടെ വോട്ട് ഷെയർ നേരെ 14.7%-ലേക്ക് കുറയുകയാണ് ചെയ്തത്. നേരത്തെ ഉണ്ടായിരുന്നേക്കാൾ 5% ലോക്കൽ ബോഡി ഇലക്ഷനിൽ കുറഞ്ഞു. അത് റീറ്റെയിൻ ചെയ്യാൻ കഴിയും എന്ന് കരുതാൻ കഴിയുമോ? അതായത് പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ അവർക്ക് കിട്ടിയ വോട്ടിംഗ് ശതമാനമെങ്കിലും, വോട്ട് ഷെയർ എങ്കിലും നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നിലനിർത്താൻ കഴിയും എന്ന് തോന്നുന്നുണ്ടോ? എനിക്കങ്ങനെ തോന്നുന്നില്ല. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ ലോക്കൽ ബോഡി ഇലക്ഷനിൽ നമ്മൾ നേരത്തെയൊക്കെ പറയുന്നത് പോലെ ഈ തദ്ദേശീയരായ ആളുകളാണ് മത്സരിക്കുക. വ്യക്തിബന്ധങ്ങൾ ഒരുപാട് ഒരു പ്രധാനപ്പെട്ട ഘടകമായിട്ട് വരും. അങ്ങനെ കിട്ടുന്ന ഒരുപാട് വോട്ടുകളുണ്ട്. പിന്നെ ലോക്കൽ ബോഡിയിൽ ഒരു പക്ഷേ അധികാരത്തിലെത്താനുള്ളൊരു സാധ്യത BJPയെ സംബന്ധിച്ച് ചില പ്രദേശങ്ങളിലെങ്കിലും കുറച്ച് കൂടുതലായുണ്ട്. ഇത് കണക്കിലെടുക്കുമ്പോഴായിരിക്കും ഈ വോട്ട് ഷെയറിൽ ഈ സർജ് ഉണ്ടാകുന്നതെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. പക്ഷേ നിയമസഭാ തെരഞ്ഞെടുപ്പ് ആകുമ്പോൾ നിയമസഭയിലേക്ക് ഒരു അധികാരത്തിലേക്ക് വരിക എന്ന് പറയുന്നൊരു പ്രതീക്ഷ BJPയെ സംബന്ധിച്ചോ NDAയെ സംബന്ധിച്ചോ അല്ലെങ്കിൽ അതിനെ പിന്തുണയ്ക്കുന്ന ആളുകളെയോ അല്ലെങ്കിൽ അവർക്ക് ഏതെങ്കിലും സാഹചര്യത്തിൽ വോട്ട് ചെയ്യാമെന്ന് വിചാരിക്കുന്ന ആളുകൾക്കോ ആ ഒരു പ്രതീക്ഷ ഉണ്ടാവില്ല. അപ്പോൾ അതുകൊണ്ട് ആ വോട്ട് അങ്ങോട്ട് പോകാനുള്ള സാധ്യത വളരെ കുറവാണ്. അപ്പോൾ ഈ 14.7% വോട്ട് ഷെയർ അവർക്ക് നിലനിർത്തുക എന്ന് പറയുന്നത് ഈ 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിനെ സംബന്ധിച്ച് അത്ര എളുപ്പമായിരിക്കില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. ഈ നിയമസഭയിൽ അവരുടെ പെർഫോമൻസ് പൊതുവെ അങ്ങനെയാണ് അതിൻ്റെ ഒരു കണക്കും കാണിക്കുന്നത്. 2001 5.2%, 2006 എത്തുമ്പോൾ 4.7% കുറയുന്നു. 2011 6.3%, 2016 10.53%, 2021 11.3%. ഇത് ഞാൻ BJPയുടെ മാത്രം കണക്കാണ്. NDA തിരിച്ചാൽ 2021 12.4%. 2016 മാത്രമാണ് NDAക്ക് 14%, 14.5%. അന്നാണ് BDJS-മായി ചേർന്നതും നേമത്ത് രാജഗോപാൽ വിജയിക്കുന്നത്. അപ്പോൾ ഈ 2 കാരണങ്ങളായിരുന്നു ഈ വോട്ടിംഗ് ശതമാനം കൂടാനുണ്ടായിരുന്നത്. അപ്പോൾ ഇത് ഇവിടെ ഒരു കൗതുകമുണ്ട്. ഇപ്പോൾ 2016 ഈ 14.4% എന്ന് പറയുമ്പോൾ ഏതാണ്ട് ഈ ലോക്കൽ ബോഡി ഇലക്ഷന് കിട്ടിയ വോട്ടിൻ്റെ അടുക്കെ BJPക്ക് അല്ലെങ്കിൽ NDAക്ക് വോട്ട് കിട്ടിയിട്ടുണ്ട്. അന്ന് പോലും നിയമം മാത്രമാണ് അവർക്ക് ജയിച്ചു കയറാൻ സാധിച്ചത്.
മറ്റൊരു മണ്ഡലത്തിലും അവർക്ക് വിജയിക്കാൻ സാധിച്ചില്ല. പക്ഷേ കുറച്ച് മണ്ഡലങ്ങളിൽ അവർ അന്ന് 2ാം സ്ഥാനത്ത് വന്നിരുന്നു. നമ്മൾ ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെ ഒരു കണക്കെടുത്തു കഴിഞ്ഞാൽ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ആകെ 8 മണ്ഡലങ്ങളിൽ മാത്രമാണ് BJP 2ാം സ്ഥാനത്ത് വരുന്നത്. നിയമം ഉൾപ്പെടെ 8 മണ്ഡലങ്ങളിൽ മാത്രമാണ് BJP 2ാം സ്ഥാനത്ത് വരുന്നത്. അതിൽ ഇപ്പോൾ മഞ്ചേശ്വരം, കാസർഗോഡ് അവർ ദീർഘകാലമായി 2ാം സ്ഥാനത്തുള്ള മണ്ഡലമാണ്. യഥാർത്ഥത്തിൽ കേരള ചരിത്രത്തിലുടനീളം മീൻസ് 1980 മുതൽ ഇങ്ങോട്ട് 80 BJP വന്നത് മുതൽ ഇങ്ങോട്ട് അവർക്ക് വലിയൊരു അഡ്വാൻറ്റേജ് ഉള്ള മണ്ഡലമാണ് മഞ്ചേശ്വരം, കാസർഗോഡ്. അവിടെ കണ്ടിന്യൂസ് ആയിട്ട് 1982 മുതൽ മഞ്ചേശ്വരത്തും കാസർഗോഡും BJP 2ാം സ്ഥാനത്തുണ്ട്. പിന്നീട് ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ പിന്നെ BJP 2ാം സ്ഥാനത്തേക്ക് വരുന്നത് ഈ 2014 നരേന്ദ്രമോദി ഗവൺമെൻറ് അധികാരം ഏൽക്കലിന് ശേഷമാണ് BJP പിന്നെ ചില മണ്ഡലങ്ങളിലെങ്കിലും 2ാം സ്ഥാനത്ത് വരുന്നത്. മഞ്ചേശ്വരവും കാസർഗോഡും കഴിഞ്ഞു കഴിഞ്ഞാൽ ആദ്യം 2ാം സ്ഥാനത്തെത്തുന്ന മണ്ഡലം 2011 നേമം തന്നെയാണ്. നേമത്താണ് ആദ്യമായിട്ട് O രാജഗോപാലും മത്സരിച്ച് ഒരു നിയമസഭാ മണ്ഡലത്തിൽ അവർ 2ാം സ്ഥാനത്ത് വരുന്നത്. പിന്നെയുള്ള പല തെരഞ്ഞെടുപ്പുകളിൽ 2016 2021 ഒക്കെ ആയിട്ട് നമ്മൾ നോക്കുകയാണെങ്കിൽ മഞ്ചേശ്വരത്തുണ്ട്, കാസർഗോഡുണ്ട്, പാലക്കാടുണ്ട്, അതുപോലെ കൊല്ലത്ത് ചാത്തന്നൂരുണ്ട്, നേമം, വട്ടിയൂർക്കാവ്, അങ്ങനെ കഴക്കൂട്ടം, അങ്ങനെയുള്ളൊരു 8 മണ്ഡലങ്ങൾ. ആകെ 8 മണ്ഡലങ്ങളിലാണ് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഈ BJP 2ാം സ്ഥാനത്തേക്ക് വന്നിട്ടുള്ളത്. ബാക്കിയുള്ള മണ്ഡലങ്ങളിലൊക്കെ ഒരു ഡിസ്റ്റൻറ്റ് തേർഡ് മാത്രമാണ്. ഈ പൊട്ടൻഷ്യലായിട്ട് അവർ വിജയിക്കും എന്ന് കരുതുന്ന മണ്ഡലങ്ങളിൽ മിക്കതിലും ഒരു ഡിസ്റ്റൻറ്റ് തേർഡ് മാത്രമായിട്ടാണ്, 3ാം സ്ഥാനത്ത് മാത്രമായിട്ടാണ് BJP നിൽക്കുന്നത്. ഇപ്പോൾ അവർ വിജയിക്കും അല്ലെങ്കിൽ പൊട്ടൻഷ്യൽ വിജയം അവർ പ്രതീക്ഷിക്കുന്ന മണ്ഡലത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് തൃശ്ശൂർ അസംബ്ലി സെഗ്മെൻ്റാണ്. ഇപ്പോൾ പ്രത്യേകിച്ച് സുരേഷ് ഗോപി അവിടെ ലോക്സഭാ മണ്ഡലത്തിൽ ജയിക്കുക കൂടി ചെയ്തതോടുകൂടി അവരവിടെ ജയിച്ച ഇലക്ഷനിൽ അസംബ്ലി സെഗ്മെന്റിലും അവർക്ക് 1ാം സ്ഥാനമുണ്ട്. പക്ഷേ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പ് നമ്മൾ എടുക്കുകയാണെങ്കിൽ ആ നിയമസഭാ തെരഞ്ഞെടുപ്പിലും സുരേഷ് ഗോപി തന്നെയായിരുന്നു സ്ഥാനാർത്ഥി. വലിയ ഹൈപ്പായിരുന്നു. സുരേഷ് ഗോപി ഇതാ ജയിക്കാൻ പോകുന്നു എന്നുള്ള മട്ടിലുള്ള പ്രചരണം ഉണ്ടായിരുന്നു. പക്ഷേ ഇലക്ഷൻ റിസൾട്ട് വന്നപ്പോൾ ഏതാണ്ട് 40,555 വോട്ടുമായിട്ട് സുരേഷ് ഗോപി 3ാം സ്ഥാനത്താണ് അവിടെ ഉണ്ടായിരുന്നത്. കോൺഗ്രസ് സ്ഥാനാർത്ഥിയെ മത്സരിച്ച് പത്മജ വേണുഗോപാൽ തന്നെയായിരുന്നു 2ാം സ്ഥാനത്തുണ്ടായിരുന്നത്. അതുപോലെ പാലക്കാട് E ശ്രീധരൻ 2ാം സ്ഥാനത്തേക്ക് വന്നു. അതും E ശ്രീധരനായതുകൊണ്ട് മാത്രമാണ് അത്രയും ടൈറ്റായിട്ടുള്ള ഒരു ഫൈറ്റ് വരികയും വളരെ ചെറിയ മാർജിനിൽ മാത്രം ഷാഫി പറമ്പിൽ ജയിക്കുകയും ചെയ്ത്. ആ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് ഉപതെരഞ്ഞെടുപ്പ് വരുമ്പോൾ BJPയുടെ വോട്ട് പെർസെൻറ്റേജ് വലിയ തോതിൽ താഴേക്ക് പോകുന്ന കാഴ്ച നമ്മൾ കണ്ടു. ഇനി പൊട്ടൻഷ്യലായിട്ടുള്ള അവർ കൽപ്പിക്കുന്ന മറ്റ് മണ്ഡലങ്ങൾ എടുത്തു കഴിഞ്ഞാൽ ഇപ്പോൾ കാട്ടാക്കട അവരൊരു വലിയ മത്സര സാധ്യത പറയുന്നൊരു മണ്ഡലമാണ്. അതുപോലെ തിരുവനന്തപുരം, നിയമത്തോട് ചേർന്ന് നിൽക്കുന്ന തിരുവനന്തപുരം സിറ്റി മണ്ഡലം, തിരുവനന്തപുരം മണ്ഡലവും അവർ വലിയ സാധ്യത കൽപ്പിക്കുന്ന മണ്ഡലമാണ്. തിരുവനന്തപുരം മണ്ഡലത്തിൽ 2016 ക്രിക്കറ്ററായ ശ്രീശാന്തിനെ മത്സരിപ്പിച്ച് ഒരു ഓളം ഉണ്ടാക്കിയപ്പോഴാണ് അവർ കുറച്ച് മുന്നോട്ട് വരുന്നത്. അപ്പോഴും വിജയിയുമായി കമ്പയർ ചെയ്യുമ്പോൾ ഒരു ഡിസ്റ്റൻറ്റ് തേർഡ് സ്ഥാനത്ത് മാത്രമേ അവരുണ്ടായിരുന്നുള്ളൂ. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ശ്രീശാന്തിന് കിട്ടിയതിനേക്കാൾ കുറവ് വോട്ടാണ് തിരുവനന്തപുരം മണ്ഡലത്തിൽ BJPക്ക് കിട്ടുന്നത്. കാട്ടാക്കടയിലും അങ്ങനെ തന്നെയാണ്. കാട്ടാക്കടയിൽ PK കൃഷ്ണദാസ് നിരന്തരം മത്സരിച്ചു വരുന്നു. 2011 മത്സരിക്കുന്നു. 2016 അദ്ദേഹത്തിന് കുറച്ച് വോട്ട് കൂടുതൽ പിടിക്കാൻ സാധിച്ചു. പക്ഷേ 2021 എത്തുമ്പോഴത്തേക്കും 2016 പിടിച്ചത്രയും വോട്ട് പിടിക്കാൻ 2021 കൃഷ്ണദാസിന് സാധിക്കുന്നില്ല. അപ്പം ഇങ്ങനെ ഓരോ മണ്ഡലം, ഇപ്പോൾ മണലൂർ അവരൊരു വലിയ സാധ്യത, തൃശ്ശൂർ ജില്ലയിലെ മണലൂർ മണ്ഡലം അവരൊരു വലിയ സാധ്യത കൽപ്പിക്കുന്നത്. അവിടുത്തെ വോട്ട് നോക്കിയാലും ഇത് ഇങ്ങനെ തന്നെയാണ്. ഈ 2ാം സ്ഥാനം പലതും ലോക്സഭാ തെരഞ്ഞെടുപ്പിലാണ്. നിയമസഭയിലേക്ക് എത്തുമ്പോൾ യഥാർത്ഥത്തിൽ നിയമസഭയിലേക്ക് എല്ലാ കണക്കുകളും ചേർത്ത് പറയുമ്പോൾ കാസർഗോഡ്, മഞ്ചേശ്വരം, പാലക്കാട്, നേമം, വട്ടിയൂർക്കാവ് ഈ മണ്ഡലങ്ങൾക്കപ്പുറത്തേക്ക് നിയമസഭാ സാധ്യത കഴക്കൂട്ടം അതിനപ്പുറത്തേക്ക് പോകാനുള്ള നമ്പേഴ്സ് യഥാർത്ഥത്തിൽ ഇല്ല. അതിനപ്പുറത്തുള്ള മണ്ഡലങ്ങളിൽ ഏതെങ്കിലും തരത്തിൽ വിജയിക്കാനുള്ള ഒരു സാധ്യതയും നമ്പർ നൽകുന്നില്ല. അതുകൊണ്ട് ഈ 5 മണ്ഡലങ്ങളായിരിക്കും എന്തെങ്കിലും സാധ്യത കൽപ്പിക്കപ്പെടുന്നത്. പക്ഷേ ഇത് ഇപ്പോൾ കാസർഗോഡിൻ്റെയും മഞ്ചേശ്വരത്തിൻ്റെയും കഥയെടുത്താൽ കാലങ്ങളായി അവിടെ 2ാം സ്ഥാനത്തുണ്ട്. വളരെ തിൻ മാർജിനിലാണ് കാസർഗോഡ് നഷ്ടപ്പെട്ടു പോയത്. ഇപ്പോൾ കാസർഗോഡ് 1982 മുതൽ ഇങ്ങോട്ട് അവർ അഡ്വാൻറ്റേജ് ഉണ്ട്, വലിയ മുന്നേറ്റം നടത്തുന്നുണ്ട്. പക്ഷേ ഈ 2ാം സ്ഥാനം എന്നതിനപ്പുറത്തേക്ക് വിൻ ചെയ്യുക എന്നതിലേക്ക് എത്താൻ പറ്റുന്നില്ല. 2006 4829 വോട്ടിന് തോറ്റു. 2011 5828 വോട്ടിന് തോറ്റു. 2016 വെറും 89 വോട്ടിനാണ് തോൽക്കുന്നത്. 2019 ബൈ ഇലക്ഷനിലെത്തുമ്പോൾ
അത് പക്ഷേ 7,923 വോട്ടിന്. മഞ്ചേശ്വരത്തിന്റെ കാര്യം ഞാൻ പറയുന്നത്. 2021 എത്തുമ്പോൾ 855 വോട്ടിന് തോൽക്കുന്നു മഞ്ചേശ്വരം മണ്ഡലത്തിൽ. ഇപ്പോൾ ഏതാണ്ട് 89 വോട്ടിൻ്റെ വരെ വ്യത്യാസത്തിൽ മഞ്ചേശ്വരം എത്തി. പക്ഷേ ഒരിക്കലും വിൻ ചെയ്യാൻ പറ്റിയില്ല. BJP സ്ഥാപിക്കപ്പെട്ടത് മുതൽ ഇങ്ങോട്ട് വലിയ സ്ട്രെങ്ത് ഉള്ള ഒരു മണ്ഡലത്തിൻ്റെ സ്ഥിതിയാണിത്. മഞ്ചേശ്വരത്തേക്ക് വന്നാൽ ഈ ഇതല്ല, ഏതാണ്ട് 10,000 വോട്ടിൻ്റെ വ്യത്യാസത്തിൽ കാസർഗോട്ടേക്ക് വന്നാൽ ഞാൻ അങ്ങോട്ട് മണ്ഡലം മാറിപ്പോയി. അപ്പോൾ മഞ്ചേശ്വരത്ത് വളരെ ചെറിയ മെജോറിറ്റിയിലും മാർജിനിലും, കാസർഗോട്ട് ഒരു 10,000 വോട്ടിൻ്റെ വ്യത്യാസത്തിലും 2ാം സ്ഥാനത്ത് നിൽക്കുകയാണ് BJP. അത് ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റുന്നില്ല. അതുകൊണ്ട് യഥാർത്ഥത്തിൽ നേരത്തെ എണ്ണിപ്പറഞ്ഞ ഈ 5 മണ്ഡലങ്ങൾ എന്നതിനപ്പുറത്തേക്ക് BJPക്ക് ഏതെങ്കിലും തരത്തിലുള്ള സാധ്യത കണക്കുകൾ നൽകുന്നില്ല എന്നതാണ് സ്ഥിതി. അല്ല, ഈ കണക്കുകൾ നൽകുമ്പോഴേ ഇപ്പോൾ അവര് മുമ്പോട്ട് വയ്ക്കുന്ന വേറൊരു കണക്കുണ്ട്. അതായത് ഇപ്പോൾ ലോക്സഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞു. ലോക്സഭാ തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ ആലപ്പുഴ ലോക്സഭാ മണ്ഡലത്തിന് കീഴിൽ വരുന്ന ഹരിപ്പാടും കായംകുളവും ഞങ്ങൾ 2ാം സ്ഥാനത്തെത്തി. അതുപോലെ ഞാൻ നേരത്തെ സൂചിപ്പിച്ച ആറ്റിങ്ങൽ ലോക്സഭാ മണ്ഡലത്തിൻ്റെ കീഴിൽ വരുന്ന ആറ്റിങ്ങലും കാട്ടാക്കടയും ഞങ്ങൾ 2ാം സ്ഥാനത്തെത്തി. അതിൽ ആറ്റിങ്ങൽ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തന്നെ കഴിഞ്ഞ 2 തെരഞ്ഞെടുപ്പിലായിട്ട് 2ാം സ്ഥാനത്ത്, അല്ലെങ്കിൽ കഴിഞ്ഞ ഒരു തെരഞ്ഞെടുപ്പിൽ 2021 2ാം സ്ഥാനത്തുണ്ട്. അപ്പോൾ ഇവിടെയൊക്കെ ഹൈ സ്റ്റേക്ക് ഉണ്ട് എന്നുള്ളതാണ് അവരുടെ ഒരു കണക്കൂട്ടൽ. പ്രത്യേകിച്ച് കായംകുളമൊക്കെ ഇപ്പോൾ ഒരു ഹോട്ട് സീറ്റായിട്ട് മാറിയിട്ടുണ്ട്. അതിപ്പോൾ BDJS ആണ് മത്സരിക്കുന്നത്. BDJS തന്നെ ഇത്തവണയും മത്സരിക്കും എന്നാണ് അവരവകാശപ്പെടുന്നത്. BJP ഏറ്റെടുക്കുമോ എന്നറിയില്ല. അങ്ങനെ ഒരു ഹോട്ട് സീറ്റായിട്ട് ഈ കായംകുളം, ഹരിപ്പാട്, അതുപോലെ ആറ്റിങ്ങൽ, കാട്ടാക്കട ഇങ്ങനെയുള്ള മണ്ഡലങ്ങളൊക്കെ മാറാനുള്ള എന്തെങ്കിലും പ്രശ്നമുള്ളത്? BJP വലിയ പെർഫോമൻസ് നടത്തിയ തെരഞ്ഞെടുപ്പുകളിലെല്ലാം അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാക്കളെ കൊണ്ടുപോയി പ്ലേസ് ചെയ്യാൻ. ഇപ്പോൾ രാജഗോപാലിൻ്റെ കഥ എടുത്താൽ രാജഗോപാൽ മത്സരിക്കാത്ത BJP കേന്ദ്രങ്ങളില്ല. മിക്കവാറും പാലക്കാട്ടും ഒക്കെ മത്സരിച്ചാണ് ഒടുവിൽ നേമത്ത് വിജയിക്കുന്നത്. രാജഗോപാൽ, ശ്രീധരൻപിള്ള, കുമ്മനം രാജശേഖരൻ, K. സുരേന്ദ്രൻ, നമ്മളുടെ വി മുരളീധരൻ, ശോഭാ സുരേന്ദ്രൻ, ഈ നേതാക്കന്മാരെ മാറി 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 പല സ്ഥലങ്ങളിൽ പ്ലേസ് ചെയ്തിട്ടാണ് ഈ വിജയമുണ്ടാക്കിയത്. ഇത് ഇപ്പോൾ ശ്രീധരൻപിള്ള ഹരിപ്പാട് പോയി മത്സരിച്ചപ്പോൾ, ചെങ്ങന്നൂർ പോയി മത്സരിച്ചപ്പോൾ ഉള്ള അവസ്ഥ, അവിടെ വളരെ പെട്ടെന്ന് വലിയ ഒരു വ്യത്യാസം ഉണ്ടായി. വോട്ടിന് തൊട്ട് മുമ്പ് വളരെ തുച്ഛമായ വോട്ടുണ്ടായിരുന്നു. 6,000 ചില്ലറ വോട്ടാണ് BJP. ആ വോട്ട് വളരെ വലിയ തോതിൽ മാറി. 40,000 വോട്ടിന് മേലേക്ക് അവിടെ മാറ്റാൻ ശ്രീധരൻപിള്ളക്ക് കഴിഞ്ഞു. പക്ഷെ അത് ശ്രീധരൻപിള്ള മത്സരിക്കുന്ന ഒറ്റ തെരഞ്ഞെടുപ്പിൽ ഒതുങ്ങുകയാണ്. അപ്പം ഈ വിധത്തിൽ ചില നേതാക്കന്മാർ ചില സ്ഥലങ്ങളിൽ മത്സരിക്കുമ്പോൾ അവർക്കൊരു വോട്ട് അവിടെ ഉണ്ട്, അന്തരീക്ഷത്തിൽ അവരുടെ വോട്ടുണ്ട് എന്ന് തെളിയിക്കുന്ന വിധത്തിൽ അവർക്ക് വോട്ട് കിട്ടുന്നുണ്ട്. പക്ഷെ മുതിർന്ന നേതാക്കൾ പോയി മത്സരിക്കുകയോ വലിയ ഉപതെരഞ്ഞെടുപ്പ് പോലെ വലിയ തോതിൽ, ഇപ്പോൾ കോന്നിയിൽ സുരേന്ദ്രൻ മത്സരിച്ചതുപോലെ വലിയ തോതിലുള്ള ക്യാമ്പയിൻ നടത്തുകയോ ചെയ്യുമ്പോൾ മുതിർന്ന നേതാക്കൾക്ക് ഈ പ്രധാന മണ്ഡലങ്ങളിൽ എല്ലായിടത്തും നല്ല വോട്ട് കിട്ടുന്നുണ്ട്. പക്ഷേ ഒരു ഇലക്ഷനെ പൊതുവായി ഒന്നിച്ചെടുത്ത് നേരിടാനും മുതിർന്ന നേതാക്കളെ, വളരെ വിന്നബിളായ നേതാക്കളെ സ്ഥാനാർത്ഥികളായി ഒന്നിച്ച് വിന്യസിക്കാനും അതിൽ നിന്ന് ഒരു റിസൾട്ട് കൊയ്യാനും BJPക്ക് കഴിയുന്നില്ല. അതേ അവസ്ഥ ഇത്തവണയും ആവർത്തിച്ചേക്കാം. പക്ഷേ ഇവിടെ BJP സ്വീകരിക്കുന്ന ഒരു ടാക്ടിക്സ് എന്ന് പറഞ്ഞപ്പോൾ കഴക്കൂട്ടം വി മുരളീധരൻ, കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ വി മുരളീധരൻ മത്സരിച്ചില്ല, അതിന് മുമ്പത്തെ തെരഞ്ഞെടുപ്പിൽ വി മുരളീധരൻ മത്സരിക്കുന്നു. അവിടെയും സമാനമായ സാഹചര്യമാണ്. കാരണം 2011 തെരഞ്ഞെടുപ്പിൽ വളരെ ചെറിയ വോട്ടേ ഉണ്ടായിരുന്നുള്ളൂ BJPക്ക് അവിടെ. അന്ന് JR പത്മകുമാറുമായിട്ടാണ് മത്സരിക്കുന്നത്. ഏതാണ്ട് 13,000 വോട്ടാണ് JR പത്മകുമാറിന് കിട്ടിയതെന്നാണ് എൻ്റെ ഓർമ്മ. അത് കഴിഞ്ഞിട്ട് 2016 വി മുരളീധരൻ എത്തുമ്പോൾ അത് വലിയ തോതിൽ മുമ്പോട്ട് പോകുന്നു. 2ാം സ്ഥാനത്തേക്ക് BJP വരുന്നു. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ശോഭാ സുരേന്ദ്രൻ മത്സരിക്കുന്നു. പക്ഷേ വി മുരളീധരന് കിട്ടിയ അത്രയും വോട്ട് കിട്ടിയില്ല. പക്ഷേ അതിന് തൊട്ടടുത്തുള്ള വോട്ട് ശോഭാ സുരേന്ദ്രന് കിട്ടുന്നു. അപ്പോഴും വി മുരളീധരൻ ഈ കഴക്കൂട്ടം ഫോക്കസ് ചെയ്തിട്ടുള്ള അദ്ദേഹത്തിൻ്റെ പ്രവർത്തന മേഖല കഴക്കൂട്ടമായിട്ട് അദ്ദേഹം സൂക്ഷിച്ചു വെക്കുന്നുണ്ട്. അദ്ദേഹം വീണ്ടും അവിടെ മത്സരിക്കാൻ പോകുന്നു. അപ്പോൾ ഈ കണ്ടിന്യൂസ് ആയിട്ട് മത്സരിക്കുക. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ കാട്ടാക്കടയിൽ PK കൃഷ്ണദാസ് കണ്ടിന്യൂസ് ആയിട്ട് മത്സരിക്കുന്നു. മണലൂരിൽ AN രാധാകൃഷ്ണൻ കണ്ടിന്യൂസ് ആയിട്ട് മത്സരിക്കുന്നു. ഇങ്ങനെ ചില മണ്ഡലങ്ങൾ കേന്ദ്രീകരിച്ച് ചില നേതാക്കൾ കണ്ടിന്യൂസ് ആയിട്ട് മത്സരിക്കുകയും അവരുടെ ഒരു പ്രവർത്തന മേഖല അവിടെയാണ് എന്ന് സ്വയം തീരുമാനിക്കുകയും ചെയ്തു. സുരേഷ് ഗോപി വിജയിച്ചത് തന്നെ അങ്ങനെയാണ്. തൃശ്ശൂർ കേന്ദ്രീകരിച്ച് നിന്നാണ് വിജയിച്ചത്. അത് BJPയെ സംബന്ധിച്ചൊരു സ്ട്രാറ്റജി ആയിട്ട്, അത് നേതാക്കന്മാരുടെ എണ്ണം കുറഞ്ഞതുകൊണ്ട് കൂടിയാകാം ഈ തരത്തിലുള്ള, അതായത് ഒരു നേതാവിനെ ഒരു മണ്ഡലത്തിൽ കേന്ദ്രീകരിച്ച് നിർത്തി അവിടെ ജനപിന്തുണ ആർജിച്ച് പതുക്കെ വിജയത്തിലേക്ക് എത്തിക്കുക എന്നത്, അതൊന്നും ഒരു ഭരണം പിടിക്കാൻ ലക്ഷ്യമിട്ട് നിൽക്കുന്ന ഒരു മുന്നണിയുടെ സ്വഭാവമല്ല. അതൊന്നും പ്രസൻസ് അറിയിക്കാനുള്ള ഒരു പാർട്ടിയുടെ ശ്രമത്തിൻ്റെ ഭാഗമായി അത്തരത്തിലുള്ള
ചില കോൺസെൻട്രേഷൻസ് നടത്തുന്നു എന്നതല്ലാതെ യഥാർത്ഥത്തിൽ 19% വരെ വോട്ട് കിട്ടിയ ആ വോട്ട് ഷെയർ അവിടെ ഉണ്ടല്ലോ. പൊതുവെ NDAക്കുള്ള 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കിട്ടിയ 19.5% വോട്ടാണ് അതിൻ്റെ ഹയസ്റ്റ് വോട്ട്. ആ വോട്ട് ഷെയറിനെ പാർലമെൻ്ററി റിസൾട്ടിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല എന്ന ഗതികേട് യഥാർത്ഥത്തിൽ BJPയെ കാലങ്ങളായി പിന്തുടരുന്നതാണ്. അതിന് ഉണ്ടാവേണ്ട മാറ്റം എന്ന് പറയുന്നത്, ഒന്ന്, മുതിർന്ന നേതാക്കന്മാരുണ്ടാവുക എന്നത്. രണ്ട്, കേരളത്തിൻ്റെ ഈ ബൈപോളർ അലയൻസ് ഈ കോയലിഷൻ പൊളിറ്റിക്സിൽ അവരുടെ കൂടെ ഏതെങ്കിലും കുറച്ചധികം വോട്ടുള്ള ഏതെങ്കിലും പാർട്ട്നേഴ്സ് ചേരുക എന്നത്. പിന്നെ ഈ മോഡി എഫക്റ്റ് ഉണ്ടായ പോലെ ഇവിടുത്തെ ലീഡേഴ്സിൻ്റെ മേലെ ഏതെങ്കിലും ജനവിശ്വാസം ഉണ്ടാവുക എന്നത്. ഇത് മൂന്നും ഒന്നിച്ച് സംഭവിച്ചാൽ മാത്രമേ യഥാർത്ഥത്തിൽ BJPക്ക് കേരളത്തിൽ നിയമസഭയിലേക്ക് ഒരു ആശാവഹമായ പ്രാതിനിധ്യമെങ്കിലും ഉണ്ടാവൂ എന്നതാണ് അവസ്ഥ. ഇത് പക്ഷേ അങ്ങനെ എളുപ്പത്തിൽ സംഭവിക്കുന്ന ഒരു കാര്യമല്ലല്ലോ ഈ പറഞ്ഞതൊന്നും. അപ്പോൾ അങ്ങനെ എളുപ്പത്തിൽ സംഭവിക്കാതിരിക്കെ ഈ 2021 ഇലക്ഷൻ റിസൾട്ടിൻ്റെ ഒരു ആവർത്തനം BJPക്ക് ഇത്തവണയും നേരിടേണ്ടി വരും എന്നുള്ളൊരു സംഗതിയുണ്ട്. അപ്പോൾ ഹൈ സ്റ്റേക്കുള്ളൊരു മണ്ഡലം നേമമാണ്. നേമത്ത് BJPയുടെ സംസ്ഥാന പ്രസിഡന്റ് രാജീവ് ചന്ദ്രശേഖർ മത്സരിക്കുമെന്ന് നേരത്തെ തീരുമാനിച്ചിട്ടുണ്ട്. ഏതാണ്ട് പ്രചരണം അദ്ദേഹം തുടങ്ങിക്കഴിഞ്ഞിട്ടുമുണ്ട്. പക്ഷേ ലോക്സഭയിലേക്ക് മത്സരിക്കുമ്പോൾ കിട്ടിയതുപോലൊരു പിന്തുണ നിയമസഭയിലേക്ക് മത്സരിക്കുമ്പോൾ രാജീവ് ചന്ദ്രശേഖറിന് കിട്ടിക്കൊള്ളണം എന്നില്ല. ഞാൻ പറയാനുള്ള കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, കഴിഞ്ഞ തവണ ഒരുപക്ഷെ രാജീവ് ചന്ദ്രശേഖരേക്കാൾ കൂടുതൽ കേരളീയർക്ക് പരിചിതനായിരുന്ന RSS BJP പ്രവർത്തകർക്ക് കൂടുതൽ അടുപ്പം ഉണ്ടായിരുന്ന കുമ്മനം രാജശേഖരനായിരുന്നു അവിടെ മത്സരിച്ച്. എന്നിട്ട് പോലും കുമ്മനത്തിന് ഒരു വിജയത്തിലേക്ക് എത്താൻ സാധിച്ചില്ല. സിറ്റിംഗ് സീറ്റായിട്ട് പോലും വിജയത്തിലേക്ക് എത്താൻ സാധിച്ചില്ല. അങ്ങനെ ഒരു ഘട്ടത്തിൽ ഈ നേമത്ത് പോലും ഒരു ഷുവർ ബെറ്റ് എന്ന് പറയാൻ പറ്റില്ല. പക്ഷേ ശിവൻകുട്ടിക്ക് കിട്ടാവുന്നതിന്റെ പരമാവധി വോട്ട് കഴിഞ്ഞ തവണ കിട്ടിക്കഴിഞ്ഞിട്ടുള്ളതാണ്. അവിടെ കോൺഗ്രസ് സ്ഥാനാർത്ഥിയായിട്ട് ആര് വരും എന്നതിനനുസരിച്ചായിരിക്കും രാജീവ് ചന്ദ്രശേഖരന്റെ വിജയസാധ്യത കിടക്കുന്നത്. കോൺഗ്രസ് താരതമ്യേന വീക്കായ ഒരു സ്ഥാനാർത്ഥിയെ നിർത്തിയാൽ നേമം BJP ജയിക്കാനുള്ള സാധ്യത നമ്പർ വെച്ച് വളരെ വളരെ കൂടുതലാണ് എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം കോൺഗ്രസ് അവിടെ വളരെ ഒരു മുരളീധരനൊക്കെ മത്സരിച്ചതുപോലെ അല്ലാതെ മറ്റൊരു സ്ഥാനാർത്ഥിയെ നിർത്തുകയാണെങ്കിൽ, അല്ലെങ്കിൽ മുന്നണിയിലെ മറ്റൊരു ഘടകകക്ഷിക്ക് കൊടുക്കുകയാണെങ്കിൽ അവിടെ സ്വാഭാവികമായിട്ടും അത് ശിവൻകുട്ടിക്ക് നേരത്തെ കിട്ടിയ വോട്ടിന് മേലേക്ക് കൊണ്ടുപോകാൻ കഴിയാതിരിക്കുകയും കൂടി ചെയ്താൽ അത് BJPക്ക് അനുകൂലമായി. BJP 1ാം സ്ഥാനത്തോ 2ാം സ്ഥാനത്തോ വരുന്ന മണ്ഡലങ്ങളിലൊക്കെ ഈ ഒരു ട്രെൻഡ് പൊതുവിൽ കാണുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ കാസർഗോഡ് എടുത്തു കഴിഞ്ഞാൽ, കാസർഗോഡ് ഇടതുമുന്നണി കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകളിലൊക്കെ അത് INL-ലാണ് കൊടുക്കുന്നത്. വളരെ വീക്കായിട്ടുള്ളൊരു കാൻഡിഡേറ്റ് ആയിരിക്കും. ആ LDFന് കിട്ടുന്ന വോട്ട് ഷെയർ വളരെ കുറവാണ്. അത് BJPക്ക് 2ാം സ്ഥാനം വളരെ കംഫർട്ടബിളായിട്ട് നിലനിർത്താൻ കഴിയുന്ന ഒരു സാഹചര്യം അവിടെ ഉണ്ടാകുന്നുണ്ട്. അതുപോലെ കൊല്ലം ജില്ലയിലെ ചാത്തന്നൂർ എടുത്തു കഴിഞ്ഞാൽ കോൺഗ്രസിന് അവിടെ മത്സരിപ്പിക്കാവുന്ന ഒരു പ്രാദേശിക നേതാവിന് സീറ്റ് കിട്ടാതിരിക്കുമ്പോൾ ആ നേതാവിനെ പിടിച്ച് BJP ഇപ്പുറത്ത് നിർത്തിക്കൊണ്ട് ചാത്തന്നൂർ വലിയ വേരോട്ടം BJP ഉണ്ടാക്കുന്നു, വോട്ട് ഷെയർ കൂട്ടുന്നു. അതുപോലെ ഇപ്പോൾ ആറ്റിങ്ങൽ നിയമസഭാ മണ്ഡലം എടുത്തു കഴിഞ്ഞാൽ കഴിഞ്ഞ 2 തെരഞ്ഞെടുപ്പിൽ UDF ആറ്റിങ്ങൽ നിയമസഭാ മണ്ഡലം കൊടുത്തത് RSPക്കാണ്. RSPക്ക് അങ്ങനെ കാര്യമായ വേരുകളൊന്നുമുള്ള മണ്ഡലമല്ല ആറ്റിങ്ങൽ. പക്ഷേ കഴിഞ്ഞ 2 നിയമസഭാ തെരഞ്ഞെടുപ്പിലും RSPക്ക് ആ സീറ്റ് കൊടുക്കുന്നു. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ RSPയെ മറികടന്നുകൊണ്ട് UDFനെ മറികടന്നുകൊണ്ട് BJPയുടെ സുധീർ എന്നോ മറ്റോ പറഞ്ഞൊരു കാൻഡിഡേറ്റ്, അത്രയൊന്നും വലിയ ശ്രദ്ധിക്കപ്പെടുന്നൊരു നേതാവൊന്നും അല്ല അദ്ദേഹം. പക്ഷേ എങ്കിൽ പോലും അദ്ദേഹം 2ാം സ്ഥാനത്തേക്ക് വരുന്നു. അതുപോലെ കഴക്കൂട്ടം കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ശോഭാ സുരേന്ദ്രൻ്റെ വോട്ട് കുറയുമ്പോൾ പോലും ശോഭാ സുരേന്ദ്രൻ അവിടെ 2ാം സ്ഥാനം നിലനിർത്തിയതിന് ഒരു കാരണം SS ലാൽ പൊതുവിൽ അറിയപ്പെടുന്ന ഒരാളാണ്. പക്ഷേ എങ്കിൽ പോലും ഒരു ഇലക്ട്രൽ ഫൈറ്റിൽ അദ്ദേഹം പുതുമുഖമാണ്. അപ്പോൾ അങ്ങനെ ഒരു കാൻഡിഡേറ്റിനെ നിർത്തുമ്പോൾ BJPക്ക് അവരുടെ 2ാം സ്ഥാനം കുറെ കൂടെ കംഫർട്ടബിളായിട്ട് നിലനിർത്താൻ സാധിക്കുന്നു. ഈ ഒരു ട്രെൻഡ് മിക്കവാറും മണ്ഡലങ്ങളിൽ BJP ശക്തമായി മത്സരിക്കുന്ന, അല്ലെങ്കിൽ അവർക്ക് വോട്ടുള്ള മണ്ഡലങ്ങളിലെ മറ്റ് 2 മുന്നണികളുടെയും സ്ഥാനാർത്ഥിത്വം എന്നത് വളരെ പ്രധാനപ്പെട്ടതാണ്. അവർ ശക്തരായ സ്ഥാനാർത്ഥികളെ നിർത്തുന്നില്ലെങ്കിൽ അതിൻ്റെ ഒരു ഗുണം നേരെ BJPയിലേക്ക് പോകുന്നത് കാണാം. പ്രത്യേകിച്ചും അത് UDF സ്ഥാനാർത്ഥി വീക്കാവുന്ന ഘട്ടത്തിലാണ് അത് സംഭവിക്കുന്നത്. UDF സ്ഥാനാർത്ഥി അത്ര സ്ട്രോങ് അല്ലെങ്കിൽ ആ വോട്ടിലെ ഒരു നല്ല പങ്ക് BJPയിലേക്ക് പോകുന്നത് ഈ മണ്ഡലങ്ങളിൽ ഉടനീളം കാണാം. BJPക്കെതിരെ ഒരു സ്ട്രോങ് സ്ഥാനാർത്ഥിയെ നിർത്താത്ത പ്രവണത യഥാർത്ഥത്തിൽ UDFനും UDFൻ്റെ ഘടകകക്ഷികളുടെയും മേലെയാണ് ആരോപിക്കപ്പെടുന്നത്. LDF എപ്പോഴും സ്ട്രോങ് ആയ ഒരു സ്ഥാനാർത്ഥിയെ BJPക്ക് സാധ്യതയുള്ള മണ്ഡലങ്ങളിൽ കണ്ടെത്തി നിർത്താൻ ശ്രമിക്കാറുണ്ട്.
റൈറ്റ്. അവസാനമായിട്ടൊരു കാര്യം കൂടി, ഇപ്പോൾ BDJSന്റെ 2016 BDJS കൂടെ BJPയിലേക്ക് ചേരുന്ന ഘട്ടത്തിലാണ് അവരുടെ വോട്ട് പെർസെൻറ്റേജ് കുറച്ച് ചില മണ്ഡലങ്ങൾ കേന്ദ്രീകരിച്ചിട്ടാണെങ്കിൽ പോലും വലുതായി വരുന്ന കാഴ്ച നമ്മൾ കണ്ടുവരുന്നത്. പക്ഷേ BDJSന്റെ ഒരു പ്രോമിനൻസ് ആ മുന്നണിക്കകത്ത് പിൽക്കാലത്ത് കുറഞ്ഞു വരികയും BDJS തന്നെ ഞങ്ങളുടെ സ്ഥാനാർത്ഥികൾക്ക് BJPയുടെ വോട്ട് കിട്ടാത്ത സാഹചര്യമുണ്ട് എന്ന് പറയുകയൊക്കെ ചെയ്തിരുന്നു. ചില സീറ്റുകൾ BDJS വലിയ പെർഫോമൻസ് കാഴ്ചവെക്കുമ്പോൾ പിറ്റേ തെരഞ്ഞെടുപ്പിൽ BJP ഏറ്റെടുത്ത് അവരുടെ വോട്ട് ഷെയർ താഴേക്ക് പോകുന്ന കാഴ്ചയും നമ്മൾ കാണുന്നുണ്ട്. ഇപ്പോൾ ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ വൈക്കത്ത് 2016 തോന്നുന്നു BDJS അവിടെ മത്സരിക്കുകയും വലിയ തോതിൽ വോട്ട് വർദ്ധിപ്പിക്കുകയും ചെയ്തു. അതുവരെ BJPക്ക് 3000-4000 വോട്ട് കിട്ടിയിടത്തുനിന്ന് നേരെ 20,000-ന് മുകളിലേക്ക് വോട്ട് ഷെയർ NDAയുടെ മാറി BDJS അവിടെ മത്സരിച്ചപ്പോൾ. ഈ വൈക്കത്ത് ഇത്രയും വോട്ട് കൂടിയേ കണ്ടപ്പോൾ അടുത്ത തെരഞ്ഞെടുപ്പിൽ ആ സീറ്റ് BJP ഏറ്റെടുത്തു, വോട്ട് ഷെയർ നേരെ താഴേക്ക് വന്നു. അപ്പോൾ ഈ മെക്കാനിസം, ഈ മുന്നണി സംവിധാനം എന്ന് പറയുന്നൊരു സംഗതി പോലും വൃത്തിയായി കൊണ്ടുനടക്കാൻ കേരളത്തിലെ BJP ലീഡർഷിപ്പിന് കഴിയാത്തതിൻ്റെ ഒരു പ്രശ്നവും കൂടെ ഈ വോട്ട് ഷെയർ BDJS എന്നത് 2016 മാത്രം ഒരു പ്രതിഭാസമാണെന്ന് തോന്നുന്ന വിധത്തിലാണ് അതിൻ്റെ കണക്ക്. 2016 മാത്രമേ എന്തെങ്കിലും ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ ആ സഖ്യത്തിന് തന്നെ കഴിഞ്ഞുള്ളൂ. ആ സഖ്യം അത് കഴിഞ്ഞതോടുകൂടി അത് അപ്രസക്തമായി. നിലവിൽ സാങ്കേതികമായി സഖ്യം നിലനിൽക്കുന്നു എന്നല്ലാതെ അങ്ങനെ ഒരു വോട്ട് പിടിച്ചെടുക്കാൻ അവർക്ക് കഴിഞ്ഞില്ല. അതേസമയം 2016 പല മണ്ഡലങ്ങളിലും BDJS വോട്ട് പിടിച്ചെടുത്തു. അത് ഇതാ ഞാൻ പറഞ്ഞത്, ഒരു വോട്ട് ബാങ്ക്, കുറച്ചധികം വോട്ട് ബാങ്ക് കൂടെയുള്ള ഒരു പാർട്ട്ണറെ BJPക്ക് കിട്ടാതിരിക്കുന്നതാണ് യഥാർത്ഥത്തിൽ BJPയുടെ ഈ 15%-നും 20%-നും ഇടയിൽ. ഞാൻ ഈ പാർട്ട്ണറെ കിട്ടാത്തതാണോ, കിട്ടിയ പാർട്ട്ണറെ വേണ്ട വിധത്തിൽ ഉപയോഗിക്കാൻ കഴിയാത്തൊരു ലീഡർഷിപ്പാണോ പ്രശ്നം എന്നുള്ളത്. കാരണം ഇത് വൈക്കത്തിൻ്റെ കാര്യത്തിൽ മാത്രമല്ല, ഇപ്പോൾ കൊടുങ്ങല്ലൂർ വേറൊരു ഉദാഹരണമാണ്. 2016 BDJS അവിടെ മത്സരിക്കുന്നു, സംഗീത മറ്റോ ആണ് ആ സ്ഥാനാർത്ഥിയുടെ പേര്. അവർ വലിയ തോതിൽ വോട്ട് ഷെയർ കൂട്ടുന്നു, സാമാന്യം പോലെ കിട്ടിക്കൊണ്ടിരുന്നതിനേക്കാൾ വലിയ ജമ്പ് ഉണ്ടാകുന്നു. ഞാൻ പറഞ്ഞൊരു വലിയ ജമ്പ് എന്നുള്ള അർത്ഥത്തില്ല, പക്ഷേ കൺസിഡറബിൾ ജമ്പ് ഉണ്ടാകുന്നു. പക്ഷേ അടുത്ത തെരഞ്ഞെടുപ്പിൽ ആ സീറ്റ് BJP ഏറ്റെടുക്കുന്നു, വോട്ട് ഷെയർ നേരെ താഴത്തേക്ക് വരുന്നു. ഇതൊരു കോയിലേഷൻ പൊളിറ്റിക്സ്, ഇലക്ട്രൽ പൊളിറ്റിക്സിൽ പയറ്റി തെളിഞ്ഞവരല്ല BJPയുടെ നേതാക്കൾ. ആ ഇന്റേണൽ കോൺഫ്ലിക്റ്റ് നമ്മൾ വിചാരിക്കുന്നതിനേക്കാൾ കൂടുതലാണ് യഥാർത്ഥത്തിൽ BJPക്കകത്ത്, കേരള BJPക്കകത്ത്. അതുകൊണ്ട് തന്നെ അങ്ങനെ ഒരു മുന്നണി സംവിധാനത്തിലേക്ക്, മൂന്നാമത്തെ ഒരു വയബിൾ മുന്നണി എന്ന അവസ്ഥയിലേക്ക് അവരെ എത്തിക്കുന്നതിൽ അതിൻ്റെ നേതൃത്വം ഉടനീളം പരാജയപ്പെട്ടു പോവുകയാണ് ചെയ്തത്. അത് തന്നെയാണ് അവരിലേക്ക് ആളുകൾ. അതോടൊപ്പം തന്നെ കേരളത്തിലെ രാഷ്ട്രീയ പ്രവർത്തകർ തന്നെ പൊതുവായി BJPയോട് പാലിച്ച അകലം കൂടി അതിൽ കാരണമാണ്. നമ്മൾ ഒരുപാട് ഘട്ടങ്ങളിൽ ഒരുപാട് നേതാക്കളുടെ മേൽ, ഇപ്പോൾ കോൺഗ്രസ്സിലൊക്കെ ഉള്ള പല നേതാക്കളും ഇതാ പോകുന്നു BJPയിലേക്ക്. അതിപ്പോൾ സുധാകരൻ്റെ പേരിൽ നമ്മൾ കേട്ടിട്ടുണ്ട്, ഈവൻ മുരളീധരൻ്റെ പേരിൽ പോലും കേട്ടിട്ടുണ്ട്. പക്ഷേ അങ്ങനെ എണ്ണം പറഞ്ഞൊരു നേതാവിനെ അകത്തേക്ക് പിടിച്ചിടാൻ ഇതുവരെ, ഈ അടുത്ത കാലത്ത് ശശി തരൂരിൻ്റെ പേരിൽ പോലും ഉടനെ മാറാൻ പോകുന്നു എന്ന്. പക്ഷേ അങ്ങനെ പൊതു സ്വീകാര്യതയുള്ള, കേരളത്തിലുടനീളം സ്വീകാര്യതയുള്ള ഒരു നേതാവിനെ ഇപ്പോൾ അസമിലൊക്കെ സംഭവിച്ചതുപോലെ, മറ്റ് സംസ്ഥാനങ്ങളിൽ സംഭവിച്ച പോലെ കേരളത്തിൽ അവർക്ക് കൂടെ കൂട്ടാൻ കഴിഞ്ഞില്ല എന്നതും ഈ മുന്നോട്ട് പോകാൻ പറ്റാത്തതിൻ്റെ ഒരു കാരണമാണ് യഥാർത്ഥം. അതുപോലെ പ്രധാനമാണ് ഒരുപക്ഷെ ഈ തീവ്ര ഹിന്ദുത്വ പൊളിറ്റിക്സിനോട്, അല്ലെങ്കിൽ ഒരു വിദ്വേഷം ജനിപ്പിക്കുന്ന പ്രസ്താവനകൾ നടത്തിക്കൊണ്ട് രാഷ്ട്രീയം മുന്നോട്ട് കൊണ്ടുപോകുന്നതിനോട്, വർഗീയമായി വിഭജിച്ചുകൊണ്ട് വളരാൻ ശ്രമിക്കുന്നതിനോട് കേരളത്തിൻ്റെ ഒരു സെക്യുലർ സമൂഹം ഇപ്പോഴും വലിയ തോതിൽ എതിർത്ത് നിൽക്കുന്നു എന്നുള്ളത്. അതായത് സ്ട്രാറ്റജി എന്ന മറ്റൊരു ദേശീയ തലത്തിൽ മറ്റ് സംസ്ഥാനങ്ങളിൽ, ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ എടുക്കുന്ന സ്ട്രാറ്റജി എടുത്തുകൊണ്ട് കേരളത്തിൽ ഒരു കാരണവശാലും BJPക്ക് പിടിക്കാൻ കഴിയില്ല എന്ന് ഇതിനു മുമ്പ് തന്നെ തെളിഞ്ഞിട്ടുള്ളതാണ്. എനിക്ക് ഈ തെരഞ്ഞെടുപ്പിനെ കുറിച്ചുള്ള ഒരു സംശയം, ഇപ്പോൾ ഇന്നലെ വന്നിരിക്കുന്ന SIRൻ്റെ കണക്കനുസരിച്ച് തിരുവനന്തപുരത്തെ BJPക്ക് മേധാവിത്വമുള്ള മണ്ഡലങ്ങളിൽ വലിയ തോതിൽ വോട്ട് കുറഞ്ഞിരിക്കുന്നു. പക്ഷേ അതിൻ്റെ വിശദാംശങ്ങൾ നോക്കുമ്പോൾ അത് ഏതെങ്കിലും രീതിയിൽ നേരത്തെ ആളുകൾ ആശങ്കപ്പെട്ട പോലെയുള്ള ഒരു മാറ്റമാണ് എന്ന് കരുതാനും വയ്യ. ഫ്ലാറ്റുകൾ കേന്ദ്രീകരിച്ച് ഉണ്ടായിരുന്ന അഡ്രസ്സ് നൽകപ്പെട്ട വോട്ടുകളാണ് കൂടുതലും കുറഞ്ഞിരിക്കുന്നത് എന്നാണ് കാണുന്നത്. എന്ന് വച്ചാൽ നേരത്തെ ചേർത്ത യഥാർത്ഥത്തിൽ ഇല്ലാതിരുന്ന വോട്ടുകളാണോ കുറഞ്ഞത് എന്ന് സംശയിക്കുന്ന വിധത്തിലാണ് SIRൻ്റെ കണക്ക് പുറത്തു വരുന്നത്. ഇതുകൂടി വെച്ച് എന്ത് സംഭവിക്കും? BJPയെ സംബന്ധിച്ച് BJPയുടെ ഏറ്റവും പ്രധാനപ്പെട്ട മണ്ഡലങ്ങളിലാണ് ഈ വോട്ട് കുറവുണ്ടായിരിക്കുന്നത്. അതിൻ്റെ ഒരു റിസൾട്ട് എന്താകും എന്നാണ് തോന്നുന്നത്. അതിൽ എനിക്കൊരു സംശയമുണ്ട്. കാരണം ഇപ്പോൾ 2024 വോട്ടർ പട്ടിക ഫ്രീസ് ചെയ്തിട്ടാണല്ലോ ഈ SIR നടത്തുന്നത്. അപ്പോൾ ആ 2024 വോട്ടർ പട്ടികയിൽ നിന്നാണല്ലോ ഈ മാറ്റം സംഭവിക്കുന്നത്.
അപ്പോൾ 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞിട്ട് ഇത്രയും സമയമല്ലേ ആയുള്ളൂ. ആ സമയത്തിനിടയിൽ ഇപ്പോൾ നിയമം എടുത്തു കഴിഞ്ഞാൽ അല്ലെങ്കിൽ തിരുവനന്തപുരം എടുത്തു കഴിഞ്ഞാൽ 45,000-ലധികം ആളുകൾ അവിടെ നിന്ന് ആ വോട്ടർ പട്ടികയിൽ നിന്ന് മാറുകയാണ്. ഇപ്പോൾ 2024 ശേഷം ഈ സമയത്തിനിടയിൽ ഒന്നുകിൽ കുറച്ചധികം പേര് കൂടുതൽ മരിച്ചിട്ടുണ്ടാവണം, അല്ലെങ്കിൽ കുറച്ചധികം പേര് സ്ഥലം മാറിപ്പോയിട്ടുണ്ടാവണം. ഇങ്ങനെയുള്ള പല കാരണങ്ങളുണ്ട്. അല്ലെങ്കിൽ ട്രേസബിൾ അല്ലാത്ത, അൺട്രേസബിൾ എന്നുള്ളൊരു കാറ്റഗറി കൂടി ഉണ്ട് SIRൻ്റെ കൂട്ടത്തിൽ. ട്രേസബിൾ അല്ലാത്ത ആളുകളുടെ എണ്ണം കൂടുതൽ ഉണ്ടായിരിക്കണം. ട്രേസബിൾ അല്ലാതായത് എന്തുകൊണ്ടാണ് എന്ന് നമുക്കറിയില്ല. അപ്പോൾ അതിപ്പോൾ ഈ തൃശ്ശൂരൊക്കെ വോട്ട് ചേർത്തതുപോലെ നേരത്തെ ഈ മണ്ഡലങ്ങളിൽ വോട്ട് ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ വിജയം മുൻനിർത്തി BJP ചിലപ്പോൾ വോട്ട് ചേർത്തിട്ടുണ്ടാകാം, തൃശ്ശൂരൊക്കെ ചേർത്തതുപോലെ. ആ വോട്ടുകൾ ഒരുപക്ഷെ ഈ SIRൽ ഇല്ലാതായി പോയിട്ടുണ്ടാകും. ഇതൊന്നും നമുക്കറിയില്ല, ഇതൊക്കെ അഭ്യൂഹങ്ങളാണ്, നമുക്കറിയില്ല. പക്ഷെ ആ ട്രെൻഡ് തിരുവനന്തപുരം, വട്ടിയൂർക്കാവ്, നേമം, കഴക്കൂട്ടം ഈ 4 മണ്ഡലങ്ങളിലും സമാനമായ രീതിയിൽ ഏതാണ്ട് വലിയ തോതിൽ ആളുകളുടെ വോട്ടർ പട്ടികയിൽ നിന്ന് പുറത്താക്കപ്പെട്ട ആളുകളുടെ എണ്ണം വളരെ കൂടുതലാണ്. ഇപ്പം നഗര സ്വഭാവമുള്ള മണ്ഡലങ്ങളിൽ നിന്ന് ഇത്തരം കൊഴിഞ്ഞുപോക്ക് സ്വാഭാവികമാണ്. കാരണം ജോലിക്ക് വേണ്ടി വരുന്ന ആളുകളുണ്ടാവും, അവരുടെ ജോലി നഷ്ടപ്പെട്ടിട്ട് ചിലപ്പോൾ തിരിച്ചു പോകുന്നുണ്ടാവും, അവിടെ സർക്കാർ ഉദ്യോഗങ്ങളിൽ വന്ന ആളുകളുണ്ടാവും, അവർ ചിലപ്പോൾ ട്രാൻസ്ഫറായി പോകുന്നുണ്ടാവും. അങ്ങനെ പല വഴിക്ക്. ഇപ്പോൾ ഉദാഹരണത്തിന് ഇപ്പോൾ എറണാകുളം ജില്ലയിലെ തൃക്കാക്കര മണ്ഡലം എടുത്തു കഴിഞ്ഞാൽ വലിയ തോതിൽ ഒരു ഫ്ലോട്ടിംഗ് പോപ്പുലേഷനുള്ള മണ്ഡലമാണെന്ന് പറയാം. കാരണം ഈ സൈബർ പാർക്കൊക്കെ ഉള്ളതുകൊണ്ട് ഒരുപാട് ആളുകൾ കുടിയേറുകയും അവർ ചിലപ്പോൾ ജോലി വിട്ട് വേറെ നഗരങ്ങളിലേക്ക് മാറുകയൊക്കെ ചെയ്യുന്നത്. പക്ഷേ അവിടെയും വോട്ടർമാരുടെ എണ്ണത്തിൽ കുറവുണ്ട്. പക്ഷേ കമ്പയർ ചെയ്യുമ്പോൾ അവിടെ ഏതാണ്ടൊരു 15,000 മുതൽ 20,000 വരെ വോട്ടേഴ്സാണ് ഈ SIRൽ കുറഞ്ഞത്. അതുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഏതാണ്ട് 3 ഇരട്ടി ഈ തിരുവനന്തപുരം, അതുപോലെ വട്ടിയൂർക്കാവ്, കഴക്കൂട്ടം മണ്ഡലം എന്ന് പറഞ്ഞാൽ SIR BJPക്ക് അനുകൂലമായി പരിണമിക്കും എന്ന ആശങ്കയും നേരെ തിരിയുകയാണോ ഈ മണ്ഡലങ്ങളുടെ കാര്യത്തിൽ എന്ന് സംശയമുണ്ട്. അപ്പോൾ ഇതിനൊക്കെ ഒരു ക്ലാരിറ്റി വരണം. ഇതൊക്കെ BJPയുടെ സാധ്യതയെ ബാധിക്കുന്ന ഘടകങ്ങളായിട്ട് അവിടെയുണ്ട്. ഏറ്റവും ഒടുവിൽ ഈ SIR പട്ടിക പോലും BJPയുടെ ഒരു പെർഫോമൻസിനെ സ്വാധീനിക്കാവുന്ന ഘടകമായിട്ട് അവിടെ ഉണ്ട് എന്ന് പറയാം. ഞാൻ യഥാർത്ഥത്തിൽ 2 സീറ്റ് എന്നതാണ് BJPയെ സംബന്ധിച്ച് സാധ്യതയുള്ളതായി കണക്കാക്കുന്നത്. ഒന്ന്, രാജീവ് ചന്ദ്രശേഖരനെതിരെ ശക്തമായൊരു കോൺഗ്രസ് സ്ഥാനാർത്ഥി ഇല്ലാതിരിക്കുന്ന സാഹചര്യത്തിൽ നേമം. 2, ശോഭാ സുരേന്ദ്രൻ മത്സരിക്കുകയാണെങ്കിൽ പാലക്കാട്. ഈ 2 സീറ്റിനപ്പുറത്ത് BJP ഏതെങ്കിലും തരത്തിൽ എന്തെങ്കിലും ചെയ്യും എന്ന് ഈ ഘട്ടത്തിൽ എനിക്ക് തോന്നുന്നില്ല. എനിക്ക് അവിടെയും അതിനോടും എനിക്ക് ചെറിയൊരു റിജോയിൻ്റർ ഉണ്ട്. കാരണം ഇപ്പോൾ നേമം മൂലത്തിൽ കോൺഗ്രസ് ഒരിക്കലും ഇനിയൊരു റിസ്ക് എടുക്കും എന്ന് ഞാൻ വിചാരിക്കുന്നില്ല. അതുകൊണ്ട് കോൺഗ്രസ് അവിടെ ഒരു ശക്തനായ സ്ഥാനാർത്ഥിയെ മത്സരിപ്പിക്കുമെന്നാണ് എൻ്റെ പ്രതീക്ഷ. കാരണം അല്ലെങ്കിൽ അവർക്ക് സംസ്ഥാനത്തുടനീളം അതിന് മറുപടി പറയേണ്ടി വരും, ഒന്നാമത്തെ കാരണം. അതുകൊണ്ട് നേമത്തൊരു ശക്തമായ മത്സരം ഉണ്ടാകാൻ സാധ്യത കൂടുതലാണ്. വിജയം അത്ര എളുപ്പത്തിലാകണം എന്നില്ല, വിജയിക്കാനുള്ള സാധ്യതയും വിരളമായിരിക്കും. പാലക്കാട് ഇപ്പോൾ ശോഭാ സുരേന്ദ്രൻ്റെ പേര് പരിഗണിക്കപ്പെടുന്നത് പാലക്കാടാണ്. പാലക്കാട് ശോഭാ സുരേന്ദ്രൻ മത്സരിക്കുകയാണെങ്കിൽ BJPയുടെ ഉള്ളിൽ നിന്നുണ്ടാകാവുന്ന പ്രയാസങ്ങൾ ചെറുതായിരിക്കില്ല എന്നാണ് എൻ്റെ അനുമാനം. കാരണം അവിടെ ഈ പറഞ്ഞ പോലെ മറ്റിടങ്ങളിൽ ശോഭ പോയി മത്സരിച്ച പോലെ ആവില്ല പാലക്കാട് മത്സരിക്കുമ്പോൾ. പാലക്കാട് ശോഭാ സുരേന്ദ്രൻ മത്സരിച്ചിട്ട് ആദ്യം മത്സരിക്കുമ്പോഴാണ് അവർ 3-ാം സ്ഥാനത്തേക്ക് വരുന്നത്. 2016 തോന്നുന്നു. ഷാഫി പറമ്പിലും ശോഭാ സുരേന്ദ്രനും NN കൃഷ്ണദാസും മത്സരിച്ചപ്പോഴാണ് BJP ആദ്യമായിട്ട് 3-ാം സ്ഥാനത്ത് 2-ാം സ്ഥാനത്തേക്ക് വരുന്നത്. അതുവരെ അവർ 3-ാം സ്ഥാനത്തായിരുന്നു. 2-ാം സ്ഥാനത്തേക്ക് വരുന്നത് ശോഭ മത്സരിക്കുമ്പോഴാണ്. അതിനുശേഷം ആ മണ്ഡലത്തിൽ അവർ തുടർച്ചയായി 2-ാം സ്ഥാനത്തുണ്ട്. പക്ഷേ വീണ്ടും ശോഭാ സുരേന്ദ്രൻ അവിടെ മത്സരിക്കാൻ വരികയാണെങ്കിൽ BJPയുടെ ഉള്ളിലെ, പാലക്കാട് BJPയുടെ ഉള്ളിലെ പിണക്കങ്ങളും ചരടുവലികളും കാലുവാരലുകളും ഒക്കെ അത്ര എളുപ്പത്തിൽ മറികടക്കാൻ പറ്റും എന്നെനിക്ക് തോന്നുന്നില്ല. അപ്പോൾ മാത്രമല്ല, കോൺഗ്രസിനെ സംബന്ധിച്ച് അതിപ്പോൾ ഒരു പ്രസ്റ്റീജിയസ് സീറ്റാണ്. അതുകൊണ്ട് കോൺഗ്രസും അവിടെ വളരെ കരുതലോട് മാത്രമേ സ്ഥാനാർത്ഥിത്വം നിശ്ചയിക്കൂ എന്നാണ് എനിക്ക് തോന്നുന്നത്. അതുകൊണ്ട് ഈ 2 മണ്ഡലങ്ങളും ഈ ഘട്ടത്തിലും അത്ര പ്രതീക്ഷ വയ്ക്കാവുന്ന സീറ്റുകളായിട്ട് എനിക്ക് തോന്നുന്നില്ല. എന്തായാലും BJPക്ക് വലിയ പ്രതീക്ഷകളാണ്. കാരണം വെച്ച് കഴിഞ്ഞാൽ അവരുടെ പ്രതീക്ഷയുടെ ഏറ്റവും പ്രധാനപ്പെട്ട അടിസ്ഥാനം കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അവരുണ്ടാക്കിയ വലിയ നേട്ടമാണ്. ഒപ്പം ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഉടനീളം പ്രചരണത്തിന് പ്രധാനമന്ത്രിയും അമിത്ഷായും ഒക്കെ എത്തും, അതുണ്ടാക്കാവുന്ന ഒരു ഓളമുണ്ട് എന്നൊക്കെ അവർ പ്രതീക്ഷിക്കുന്നുണ്ട്. നരേന്ദ്രമോദി ഒരിക്കൽ തിരുവനന്തപുരത്ത് വന്നുപോയി, അദ്ദേഹം ഉടൻ കൊച്ചിയിൽ വരും എന്ന് പറയുന്നു. അപ്പോൾ തുടർച്ചയായി ഇത്തരം തെരഞ്ഞെടുപ്പ് പ്രചാരണ യോഗങ്ങൾക്ക് പ്രധാനമന്ത്രി എത്താനുള്ളൊരു സാധ്യത അവർ കാണുന്നുണ്ട്. അതുവഴി ബിൽഡപ്പ് ചെയ്യാം എന്നൊക്കെ അവർ പ്രതീക്ഷിക്കുന്നുണ്ട്. പക്ഷെ കഴിഞ്ഞ കാല കണക്കുകൾ BJPയുടെ സാധ്യതയെ വളരെ ചുരുക്കം മണ്ഡലങ്ങളിലേക്ക് ചുരുക്കുന്നുണ്ട് എന്നതാണ് വസ്തുത.
ഈ എപ്പിസോഡ് ഇവിടെ പൂർത്തിയാവുന്നു. മറ്റു എപ്പിസോഡുമായി വീണ്ടും കാണാം.